ഹായ് ഹലോ ഹൗ ആർ യു വെൽക്കം ബാക്ക് ടു മഴയിൽ ജീവിതം ചാനൽ. മഴയിൽ ജീവിതം എന്ന സുന്ദരമായ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് 2025 ജനുവരി 1. ജനുവരി 1 എങ്ങനെ ഉണ്ടായിരുന്നു അവ 2024 കുറിച്ച് പറയുകയാണെങ്കിൽ? 2024 നല്ല അടിപൊളി വർഷമായിരുന്നു. സൂപ്പർ നന്നായിരുന്നു. പക്ഷെ ഒരു പകുതി വർഷം ഒരു ജൂണൊക്കെ കഴിഞ്ഞോടുകൂടിയിട്ട് ഞങ്ങൾക്ക് വളരെ സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. പിന്നെ ഒരു 5-6 മാസം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു അല്ലേ? വാവയുടെ കറക്കവും പ്രശ്നങ്ങളും. ഞങ്ങൾ ഇന്ന് ജനുവരി 1 ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നുള്ളൂ. നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ട്. വാവന്റെ മെഡിസിനൊക്കെ വളരെ ഡോസ് ഒക്കെ കുറച്ചു. ബിക്കോസ് ഓഫ് ഈ മെയിൻറ്റൈൻഡ് ഹിസ് റൊട്ടീൻസ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പൊ അതിന്റെ ഈ പേരില് മെഡിസിനൊക്കെ ഡോസ് കുറച്ചതിന്റെ ഒക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ 2025 വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. അതെ. വാവ് ഇന്ന് മുതൽ ജിമ്മിന് പോകുന്നുണ്ട്. കാരണം തടിയൊക്കെ വെച്ച് വീർത്ത്, കാരണം എവിടെയും പോകണില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കലായിരുന്നു. മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നോണ്ട് വാവ തടി വെച്ച് വീർത്തു. പിന്നെ എന്തൊക്കെയാ പറയൂ? തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. 2001 അല്ലേ, ഇന്ന് മുതൽ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം. മുമ്പൊക്കെ ചാടിയിടോ. എത്ര കിലോ ഉണ്ട് ഇപ്പൊ? 74 കിലോ ഉണ്ട്. പിന്നെ 2024 പിന്നെ എന്തൊക്കെയുണ്ട് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ? മറക്കാൻ പറ്റുന്ന കുറെ യാത്ര ഒക്കെ ഉണ്ടായിരുന്നു. ലേസറിനൊക്കെ പോയി, പിന്നെ എറണാകുളം പോയി. അതെ, അങ്ങനെ കുറച്ച് ഇങ്ങനെ കറങ്ങി, ബസ്സിലൊക്കെ കറങ്ങി. പിന്നെ സന്തോഷം ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. ദുഃഖം ഉണ്ടാവില്ലോ, ജീവിതം വലിയ ഉണ്ടാവില്ലോ. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. കുറെ സ്ട്രഗ്ലിംഗ് ടൈം ഉണ്ടായിരുന്നു. പിന്നെന്താ, രസകരമായിരുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട് മാറിയതൊരു ചേഞ്ച് ആണ്. ഞങ്ങൾ കോവൂരിന്ന് ചേവായൂർക്ക് മാറി. കോഴിക്കോട് തന്നെ ചേവായൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറി. അതൊരു നല്ല ഷിഫ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു വീട് തന്നെ കിട്ടിയത്. പിന്നെ ഏറ്റവും സന്തോഷം, ഞങ്ങളുടെ വീടിന്റെ തൊട്ട അയൽവാസിയായിട്ട് ഞങ്ങൾക്ക് ഫിദ മഹാറാണി. അതെ, ഫിദ മഹാറാണിയെ കിട്ടി. ഫിദയും റോഷനും ഉണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ. ഒരു ചെമ്മന്റെ ഡിഫറൻസ്, ഒരു കോട്ടേഴ്സ് വീട് പോലെയാണ്. തൊട്ടടുത്തായിട്ട് തന്നെ ഞങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വർഷം. പിന്നെ 2025 കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫിനാൻസ് സമ്പാദിക്കാൻ പോയി, നല്ല രീതിയിൽ. പിന്നെ ഡെയിലി എഴുതാനായിട്ട് ഞങ്ങൾക്ക് 2 ഡയറി ഉണ്ട്. ഏത് കളറാ ഭാവിക്ക് ഇഷ്ടം? നീല. ഭാവിക്കും എനിക്ക് ഒരു ഡയറി ഉണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഡയറി എഴുതാനായിട്ടുള്ള പ്ലാനിലാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. ഇത് 2025 ലാസ്റ്റ് നമ്മൾക്കൊരു സമ്പാദ്യമായിരിക്കും. നമ്മൾക്കിത് ഇങ്ങനെ മറിച്ച് നോക്കിയായിട്ട് ഒരു വീഡിയോ പിടിക്കാം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലതാണ് ഡയറി എഴുതുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കുറെ എഴുതിയിട്ടുണ്ടാവും, പിന്നെ എപ്പോഴേക്ക് നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഡെയിലി ഉള്ള എല്ലാ കാര്യങ്ങളും എഴുതണം എന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതെ, കുറെ കണക്കുകള്, കുറെ ഡേറ്റുകള്, ഗ്യാസ് വാങ്ങിച്ചത്, ഗ്യാസ് തീർന്നത്, അങ്ങനത്തെ ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ പാലിന്റെ കണക്കൊക്കെ എഴുതി വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഡയറി എഴുതുന്നത് കൊണ്ട്. അപ്പൊ ഡയറി നമ്മൾക്ക് നല്ലൊരു ശീലത്തിന് മാതൃകയാക്കാം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ഓക്കെ, ബൈ.